നമസ്കാരം. നാടിന്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തവസ്. നമ്മൾ പ്രധാനപ്പെട്ട 2-3 വാർത്തകൾ കൊടുക്കുന്നുണ്ട്. അതിൽ പിന്നെ ATSയുടെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഉദ്ഘാടനത്തിന് പന്നിൻ രവീന്ദ്രൻ ഉദ്ഘാടകനായി എത്തി പറഞ്ഞ വാക്കുകളാണ്. അത് വാക്കുകൾ വളരെ കറക്റ്റാണ്. ഈ വാക്കുകൾക്ക് എത്ര പേർ അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയിലുള്ള ഇടതുപക്ഷ മനോഭാവം ഉണ്ടെന്ന് പറയുന്ന എത്ര പേർ അതിനെ ഊക്ക് കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കണം. നമ്മുടെ പറച്ചില് മാത്രമേ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുള്ളൂ, പ്രവൃത്തി നടക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇടതുപക്ഷത്തിനും വർഗീയതയോടൊപ്പം ചിലപ്പോഴെങ്കിലും നിൽക്കേണ്ടി വരുന്നത്. അത് വലിയ അപകടമാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തെങ്കിലും ആ തിരിച്ചറിവ് നമുക്കെല്ലാം ഉണ്ടാകണം. നമ്മൾ വലിയവരെയൊന്നും നോക്കണ്ട, പക്ഷേ വ്യക്തികളെന്ന നിലയിൽ, സാധാരണ മനുഷ്യനെന്ന നിലയിൽ നമ്മളെപ്പോഴും മതേതരത്വത്തോടൊപ്പം മനുഷ്യനോടൊപ്പം നിൽക്കണം എന്നാണ് നാട്ടുവട്ടത്തിന്റെ ആഗ്രഹം. ആ ആഗ്രഹത്തോടെ നമുക്ക് നാട്ടുവട്ടം വാർത്തകൾ ഒന്ന് കേൾക്കാം. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 13,490 രൂപ, പവന് 1,07,920 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. ഹിന്ദുത്വ എന്ന മുദ്രാവാക്യം അക്രമകാരികളെ സൃഷ്ടിക്കുന്നത് പന്നിൻ രവീന്ദ്രൻ. സർവമതസ്ഥരെയും ഉൾക്കൊള്ളുന്നതാണ് ഹിന്ദുമതമെന്നും ഹിന്ദുത്വ എന്നത് പറയുന്നത് സാക്ഷാൽ ഹിന്ദു തീവ്രവാദികളാണെന്നും മുൻ MP പന്നിൻ രവീന്ദ്രൻ. കൊല്ലം ജില്ലാ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ പെരുമ്പഴ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യൂണിറ്റ് പ്രസിഡന്റ് L. ബോസ് അധ്യക്ഷത വഹിച്ചു. ATUC ജില്ലാ സെക്രട്ടറി G. ബാബു, CPI കുണ്ട്ര മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് R. സേതുനാഥ്, കുണ്ട്ര മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി SD. അഭിലാഷ്, അഡ്വക്കേറ്റ് ഫറൂഖ് നിസാർ, T. ജെറോം, V. വിഷ്ണു, S. അഭിലാഷ്, K. തുളസീധരൻ എന്നിവർ സംസാരിച്ചു. ഹിന്ദുക്കളുണ്ട്. ഹിന്ദുത്വ എന്ന് പറയുന്നത് സാക്ഷാൽ ഹിന്ദു തീവ്രവാദികളാണ്. ഹിന്ദുക്കൾ ഒരിക്കലും ഈ നാട്ടിൽ അന്യമതസ്ഥരെ അകറ്റിയിരുന്ന ആളുകളല്ല. ഹിന്ദുക്കൾ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും കൂടിയാണ്. ആ എല്ലാ മനുഷ്യരുടെയും കൂടിയായ ജനവിഭാഗത്തെ കൊണ്ടുപോയി ഈ നാട്ടിൽ അക്രമകാരികളാക്കുന്നത് ഹിന്ദുത്വ എന്ന മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം നമ്മുടെ നാട്ടിലല്ല. ഗാന്ധിയുടെ പേര് വെക്കാൻ പാടില്ല. എന്താ? ഗാന്ധിയെ നമ്മൾ വെറുക്കുന്നു. ആരെ വെറുക്കുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ ഏകോപിപ്പിച്ച ഒരു നേതാവ് മഹാത്മാഗാന്ധി. നിങ്ങൾക്കറിയാം, മഹാത്മാഗാന്ധി നമ്മുടെ രാജ്യത്ത് വന്നൊരു കാലം ഞാനിപ്പോ ഓർക്കാന്ന്, അദ്ദേഹം ഇന്ത്യ മഹാരാജ്യത്ത് വന്ന ബാരിസ്റ്ററായിട്ട. അതിന് വന്നിട്ട് അദ്ദേഹം ആദ്യം കിടക്കാൻ കട്ടിലില്ല, അവന് വീടില്ല, എല്ലാം ചാളകളാണ്. ഈ പാവങ്ങളാ നമുക്ക് രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗം വേണ്ടേ? ഞാൻ അവരെ കൂടിയാ. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ എല്ലാ മനുഷ്യരെയും യോജിപ്പിക്കണം. എങ്ങനെ യോജിപ്പിക്കുക? നമ്മുടെ നാട്ടിലെ മനുഷ്യരെന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്തുകൊണ്ട് മുസൽമാനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, ജൈനനുണ്ട്, ബൗദ്ധനുണ്ട്, എല്ലാ വിഭാഗക്കാരും ഇല്ലേ? എല്ലാ മതക്കാരും ഉണ്ട് ഇവിടെ. ഈ ആളുകളെ യോജിപ്പിക്കാൻ നമുക്കൊരു പ്രസംഗത്തിലുണ്ട്. അതെല്ലാം ചേർന്ന അങ്ങനെ. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. പ്രതിഭകളെ ആദരിച്ചു. സെക്യുലർ റിക്രിയേഷൻ ക്ലബ്, ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയികളായ കുട്ടികളെ ആദരിക്കുകയും സംഗീത പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തു. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാം വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് TC വിജയൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം O രജാശ്രീ അമ്മ, ലൈബ്രറി സെക്രട്ടറി B പത്മകുമാർ, വൈസ് പ്രസിഡന്റ് S ശ്രീനിവാസൻ, ട്രഷറർ ഹബീബ് മുഹമ്മദ്, കൊല്ലങ്കവിൽ ജയശീലൻ, വനിതാവേദി സെക്രട്ടറി B ഇന്ദിര, ജോയിന്റ് സെക്രട്ടറി K സത്യൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന കലോത്സവത്തിൽ കഥകളി സംഗീതത്തിൽ A ഗ്രേഡ് നേടിയ മാളവിക, ലളിത സംഗീതത്തിൽ A ഗ്രേഡ് നേടിയ ഭാഗ്യനന്ദ, AS അജീന്ദ്ര എന്നിവരാണ് അനുമോദിച്ചത്.
This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from class 10 and 77 are from plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meet, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimuthikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. വർക്കിംഗ് ഗ്രൂപ്പ് യോഗം പേരെ പഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് അംഗം സി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്യാം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം വത്സല സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് ഷീജ സുജിത്ത്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സോണി വി പള്ളം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അനിത സുരേഷ്, എ കെ പ്രസന്നകുമാർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വൈ ഓസ്ബോൺ, പി രമേഷ് കുമാർ, എം ബെൻസി, പഞ്ചായത്ത് അംഗം സെക്രട്ടറി പി ജി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ഗോപൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബമോൾ അധ്യക്ഷത വഹിച്ചു. വികസന സമിതി ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോൺ, പഞ്ചായത്ത് സെക്രട്ടറി ഷീജ എ എസ്, സവാദ്, സുജാത മോഹൻ, സി ഡി മണിയൻപിള്ള, വിളവീട്ടിൽ മുരളി, ടി സി അനിൽകുമാർ, എസ് ഡി അഭിലാഷ്, അനിൽകുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MVG CBN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447119980. കുടിവെള്ള ടാങ്ക് വിതരണം ചെയ്തു. കിഴക്കേക്കരട ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ മത്സ്യത്തൊഴിലാളി വിഭാഗം, പട്ടികജാതി വിഭാഗം ഗുണഭോക്താക്കൾക്കുള്ള കുടിവെള്ള ടാങ്കുകളുടെ വിതരണം നടത്തി. വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ വർഗീസ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ജയശ്രീ പിള്ള അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സിബി തോമസ്, സിബിൽ ബാബു, ഗീത സജീവ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൽ സുനിൽ, കെ ആർ സന്തോഷ്, രാജേന്ദ്രൻ പുളിക്കൽ, ഷീന വിനോദ്, ശ്രീരഞ്ജിനി, അമ്പിളി രഞ്ജിത്ത്, സുപ്രിയ, അനിൽ പുതുവേലിൽ, പി ടി ഷാജി, വിപിൻ വിക്രമൻ എന്നിവർ സംസാരിച്ചു. ഫിഷറീസ് ഇൻസ്ട്രക്ടർ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ജി ശങ്കരൻകുട്ടി നന്ദിയും പറഞ്ഞു. KSRTC ബജറ്റ് ടൂറിസത്തിന് വൻ കുതിപ്പ്. വരുമാനം 43 കോടി കടന്നു. KSRTC ബജറ്റ് ടൂറിസം സെല്ലിന് BTC മികച്ച നേട്ടം. 2023-24 സാമ്പത്തിക വർഷത്തിൽ 23 കോടി രൂപയായിരുന്ന വാർഷിക വരുമാനം 2024-25 കാലയളവിൽ 43 കോടിയായി ഉയർന്നു. നൂതനവും വൈവിധ്യമാർന്നതുമായ വിനോദസഞ്ചാര പദ്ധതികൾ ആവിഷ്കരിച്ച് വിജയകരമായി നടപ്പിലാക്കിയതാണ് ഈ നേട്ടം KSRTC കൈവരിച്ചത്. തിരുവനന്തപുരം നഗരക്കാഴ്ചകൾ എന്ന പേരിലുള്ള ഇലക്ട്രിക് ഡബിൾ ഡക്കർ ബസ് സർവീസ്, മൂന്നാറിലെ റോയൽ വ്യൂ ഗ്ലാസ് ടോപ്പ് ഡബിൾ ഡക്കർ, കൊച്ചി ഡബിൾ ഡക്കർ സിറ്റി ടൂർ, വിദ്യാർത്ഥികൾക്കായി വിനോദവും വിജ്ഞാനവും കോർത്തിണക്കിയ ട്രാവൽ ടു ടെക്നോളജിക്കൽ പാർക്കുകൾ, സംസ്ഥാന തീർത്ഥാടന ടൂറിസം പാക്കേജുകൾ, അന്തർ സംസ്ഥാന ടൂറിസം പാക്കേജുകൾ തുടങ്ങിയവയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. 2024 മാർച്ചിൽ ആരംഭിച്ച തിരുവനന്തപുരം നഗരക്കാഴ്ചകൾ പാക്കേജിന്റെ ഭാഗമായി 1191 സർവീസുകൾ നടത്തി. 2.77 കോടി രൂപ വരുമാനം നേടി. 2.08 കോടി രൂപയാണ് ഈ പദ്ധതിയുടെ പ്രവർത്തന ലാഭം. 2025 ഫെബ്രുവരിയിൽ ആരംഭിച്ച മൂന്നാർ റോയൽ വ്യൂ ഗ്ലാസ് ടോപ്പ് ഡബിൾ ഡക്കർ സർവീസ് 1.18 കോടി രൂപയുടെ കളക്ഷൻ നേടി. സംസ്ഥാനത്ത് അകത്തും പുറത്തും പ്രശസ്തമായ ഇതിന്റെ വിജയത്തെ തുടർന്ന് 2026 ജനുവരി 2 മുതൽ രണ്ടാമതൊരു ബസ് കൂടി റോയൽ വ്യൂ .2 എന്ന പേരിൽ
സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. 2025 ജൂലൈയിൽ ആരംഭിച്ച കൊച്ചി ഡബിൾ ഡക്കർ സിറ്റി ടൂർ പദ്ധതിയിലൂടെ 3712 യാത്രക്കാർ കൊച്ചി നഗരക്കാഴ്ചകൾ ആസ്വദിച്ചു. സ്കൂളുകളിലെയും കോളേജുകളെയും കേന്ദ്രീകരിച്ച് നടത്തിയ വിദ്യാർത്ഥി ടൂറിസത്തിന് 310 ട്രിപ്പുകളിലൂടെ ലഭിച്ച വരുമാനം 27 ലക്ഷം രൂപയാണ്. പുതിയ മാറ്റങ്ങളും വിപുലീകരണവും ലക്ഷ്യമിട്ട് ബഡ്ജറ്റ് ടൂറിസത്തിനായി പ്രത്യേക തീമിൽ ബ്രാൻഡഡ് ബസ്സുകൾ അവതരിപ്പിച്ചത് യാത്രക്കാരെ കൂടുതൽ ആകർഷിക്കാൻ സഹായകമായി. കൂടാതെ ദശാവതാര ക്ഷേത്ര ദർശനം, നാലമ്പല ദർശനം, പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനം, കൃപാസന പാക്കേജ് തുടങ്ങിയ ക്ഷേത്ര ടൂറിസം പാക്കേജുകളും രാമേശ്വരം, മധുര തുടങ്ങിയ അന്തർ സംസ്ഥാന തീർത്ഥാടന ടൂറിസം പാക്കേജുകളും KSRTCക്ക് അധിക വരുമാനം ഉറപ്പാക്കുന്നു. സംസ്ഥാന ടൂറിസം പാക്കേജുകളിൽ പുതിയതായി ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി KSRTC കൈകോർക്കാനൊരുങ്ങുകയാണ്. ഈ പാക്കേജിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് ഡോമെട്രി സൗകര്യവും പ്രത്യേക ക്യൂവിലൂടെ ദർശന സൗകര്യവും ഒരുക്കും. ഇത്തരത്തിൽ വൈവിധ്യപൂർണമായ കൂടുതൽ പാക്കേജുകളോടെ KSRTC മികച്ച സേവനം ജനങ്ങൾക്ക് ഉറപ്പാക്കുകയാണ്. യുദ്ധവും ദുരിതവും മത്സര റിപ്പോർട്ടിങ്ങിനുള്ള വേദിയല്ല. മാധ്യമപ്രവർത്തക അഞ്ജന ശങ്കർ. യുദ്ധവും ദുരന്തവും മത്സര റിപ്പോർട്ടിങ്ങിനുള്ള വേദിയല്ലെന്നും അത്തരം വാർത്തകൾ നൽകുമ്പോൾ ധാർമ്മികത പാലിക്കണമെന്നും സെൻസേഷണലിസം ഒഴിവാക്കണമെന്നും രാജ്യാന്തര മാധ്യമപ്രവർത്തക അഞ്ജന ശങ്കർ. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ സംഘടിപ്പിച്ച സംസ്ഥാന മാധ്യമ ദിനാഘോഷത്തിൽ സംഘർഷഭൂമിയിൽ നിന്നുള്ള റിപ്പോർട്ടിംഗ് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. ഉക്രൈൻ, അഫ്ഗാനിസ്ഥാൻ, യമൻ, സിറിയ, ഇസ്രായേൽ തുടങ്ങിയ സംഘർഷഭരിതമായ സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത അനുഭവങ്ങൾ മലയാളിയായ അഞ്ജന ശങ്കർ മാധ്യമ വിദ്യാർത്ഥികളുടെ മുമ്പിൽ പങ്കുവച്ചു. യുദ്ധമുഖത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമപ്രവർത്തകർ തങ്ങളുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള റിപ്പോർട്ടിംഗ് രീതികൾ ഒഴിവാക്കണം. ബ്രേക്കിംഗ് ന്യൂസുകൾ നൽകാനുള്ള തിടുക്കത്തിൽ വാർത്തകളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തരുത്. റിപ്പോർട്ട് ചെയ്യുന്ന വിഷയത്തിലും അതിലെ മനുഷ്യർക്കുമാണ് എപ്പോഴും പ്രാധാന്യം നൽകേണ്ടത്. യുദ്ധസമയത്ത് ലഭിക്കുന്ന വിവരങ്ങൾ പല സ്രോതസ്സുകളിൽ നിന്ന് സ്ഥിരീകരിച്ചു മാത്രമേ വാർത്തകൾ നൽകാവൂ. ആക്ടിവിസവും ജേർണലിസവും രണ്ടാണെന്ന ബോധ്യമുണ്ടാവണം. സംഘർഷ മേഖലയിലെ മാധ്യമപ്രവർത്തനം സാഹസികതയല്ല, മറിച്ച് കൃത്യമായി മുൻകരുതലോടെ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. എളിമയും സഹാനുഭൂതിയുമാണ് ഒരു കോൺഫ്ലിക്റ്റ് റിപ്പോർട്ടർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ. യമനിലെ കുഴിബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ കുട്ടിയെക്കുറിച്ചുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ നേരിട്ട ധാർമ്മിക പ്രതിസന്ധികൾ അവർ വിവരിച്ചു. വാർത്തകൾക്ക് വേണ്ടി മനുഷ്യത്വവിരുദ്ധമായ ദൃശ്യങ്ങൾ പകർത്താതിരിക്കാൻ മാധ്യമപ്രവർത്തകർ ശ്രദ്ധിക്കണം. വാർത്താമുറികളിൽ പെൺകുട്ടികളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണെന്നും അഞ്ജന ശങ്കർ കൂട്ടിച്ചേർത്തു. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV സുഭാഷ് സംസ്ഥാന മാധ്യമ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. IPRD അഡീഷണൽ ഡയറക്ടർ KG സന്തോഷ് സ്വാഗതവും അഡീഷണൽ സെക്രട്ടറി VP പ്രമോദ് കുമാർ നന്ദിയും അറിയിച്ചു. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സെക്രട്ടറി B അഭിജിത്ത്, ജില്ലാ പ്രസിഡന്റ് ഷില്ല സ്റ്റീഫൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന വിവിധ സർവകലാശാലകളിലെയും സ്ഥാപനങ്ങളിലെയും മാധ്യമ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മംഗളോദയം വാർഷികാഘോഷം സമാപിച്ചു. പുനക്കനൂർ മണ്ഡലം ജംഗ്ഷൻ മംഗളോദയം ഗ്രന്ഥശാലയുടെ 75-ാം വാർഷികാഘോഷ പരിപാടികൾ സമാപിച്ചു. ജനറൽ വിഭാഗം മെഡിക്കൽ ക്യാമ്പ്, മുൻകാല ഗ്രന്ഥശാല പ്രവർത്തകരുടെ സംഗമം, കവിയരങ്ങ്, ജനറൽ വിഭാഗം ക്വിസ് മത്സരം, സാംസ്കാരിക ഘോഷയാത്ര, സാംസ്കാരിക സമ്മേളനം എന്നിവ നടന്നു. സമ്മേളനത്തിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് J വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി N പ്രഭാകരൻ പിള്ള സ്വാഗതം പറഞ്ഞു. PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ മുഞ്ഞിനാട് പത്മകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം P വിനിതകുമാരി, കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി സത്യദേവൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ S ശോഭന, S സോമരാജ്, F സജീവ്, B സരള, പെർനാട് G സദാനന്ദൻ പിള്ള, സാഹിത്യകാരൻ ഇളവൂർ ശശി എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് രാജപ്പൻ കേളപുരം നന്ദി പറഞ്ഞു. തുടർന്ന് മംഗളോദയം ആർട്സ് അവതരിപ്പിച്ച കലാസന്ധ്യ എന്ന് അരങ്ങേറി. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസ് ഒരു മാസം ഒരു ഹ്രസ്വചിത്രം എന്ന നിലയിൽ 2 വർഷമായി അതിൻ്റെ ഒരു യാത്രയിലാണ് ലൈല ക്രിയേഷൻസ്. അതിൻ്റെ 3ാമത്തെ എഡിഷൻ നമ്മൾ ജനുവരിയിൽ ആരംഭിച്ചു. അതിൻ്റെ ആദ്യ ചിത്രം കഴിഞ്ഞ 31-ന് രാവിലെ നമ്മളത് റിലീസ് ചെയ്തു. അവകാശി ഇതിനകം കുറച്ച് സുഹൃത്തുക്കൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അത് പോരാ, അത്തരം പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്താകെ നാട്ടുകാരാകെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കണ്ടവർ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അതിൻ്റെ ഒരു ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കണം.
കാണാത്തവർ ആ സിനിമയൊന്ന് കാണുകയും ഈ സിനിമ കാണുന്നവർ ഞങ്ങളുടെ മുൻപുള്ള സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ യൂട്യൂബിൽ കയറി ആ സിനിമകൾ കൂടി ഒന്ന് കാണുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.